നല്ലൊരു ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത, നല്ലൊരു ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. മലയാളത്തിലൊരു കഥയുണ്ട്, ബിരിയാണി എന്നാണ് ആ കഥയുടെ പേര്. ഒരു വലിയ മുതലയാളി വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി ബാക്കി വന്ന ബിരിയാണി മുഴുവൻ ഒരു വലിയ കുടി കുടിച്ച് അതിലേക്ക് ഇട്ടുമൂടാൻ ഒരു അന്യ സംസ്ഥാനത്തുള്ള ഒരു തൊഴിലാളിയെ ഏൽപ്പിക്കുകയാണ്. അയാൾ ആ ബിരിയാണി ആ കുടിയിലേക്ക് ഇടുമ്പോ ആ മനുഷ്യന്റെ കണ്ണ് നനയുന്നുണ്ട്. ചുറ്റും കൂടി നിൽക്കുന്നവർ പറയുന്നുണ്ട്, നന്നായി കുത്തിയിറക്ക്, അതിന്റെ മുകളിൽ ചവിട്ടി താഴ്ത്ത്. കരയുന്ന ആ മനുഷ്യനോട് കൂടി നിൽക്കുന്നതിൽ ഒരാൾ ചോദിച്ചു, എന്തേ നിങ്ങൾ കരയുന്നത്? ആ മനുഷ്യന്റെ മറുപടി, എന്റെ മകളെ ഓർത്തുപോയി, എന്റെ മകളെ ഓർത്തുപോയി. മകള് പഠിക്കാണോ? മകള് പഠിക്കുകയായിരുന്നു, പക്ഷേ എന്റെ കുട്ടി മരിച്ചു, എന്റെ മകൾ മരിച്ചു. എന്തേ മരിക്കാനുള്ള കാരണം? പട്ടിണിയായിരുന്നു, പട്ടിണിയായിരുന്നു, വിശപ്പായിരുന്നു. ആ മനുഷ്യൻ എങ്ങനെയാണ് ഭക്ഷണം കുടിയിലേക്ക് തള്ളിയിടുമ്പോ കണ്ണു നനക്കാതിരിക്കാൻ കഴിയുക? പ്രിയമുള്ളവരെ, നദിയിൽ നിന്ന് വുദൂ ചെയ്യുന്ന സമയത്തുപോലും ആവശ്യത്തിനു മാത്രം വെള്ളമെടുക്കണേ എന്ന് പഠിപ്പിച്ച, ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും കുടിക്കുന്ന വെള്ളം പോലും ആവശ്യത്തിനല്ലാതെ നിങ്ങൾ എടുക്കരുത് മനുഷ്യരെ എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളെ, നമ്മുടെ കല്യാണങ്ങൾ എങ്ങനെയാണ് ആർഭാടത്തിന്റെ ധൂർത്തിന്റെ കേന്ദ്രങ്ങളായി മാറുന്നത്? ഒരു മനുഷ്യന് കടിക്കുന്നതിന് പരിധിയില്ലേ? നമുക്ക് കടിക്കുന്നതിന് പരിധിയില്ലേ? പലപ്പോഴും പൊങ്ങച്ചങ്ങൾ കാണിക്കാനാണ്, ആർഭാടം കാണിക്കാനാണ്, നമ്മുടെ സ്റ്റാറ്റസ് തെളിയിക്കാനാണ്. ഞാനിതാ ഇന്ന ഇന്ന കുടുംബക്കാരനാണ്, ഇന്ന തറവാടിയാണ്, ഞങ്ങളുടെ കല്യാണം അപ്പോൾ ഇങ്ങനെയാകണമെന്ന് പറയുമ്പോ നമുക്കൊറ്റ തറവാടേ ഉള്ളൂ. അതേതാണെന്നറിയോ? ഖബറാണ്. ഞാനും നിങ്ങളും എല്ലാം ചെന്ന് കിടക്കുന്ന ഒരേ ഒരു തറവാട്. ഹത്താ സുർത്തുമുൽ മഖാബിർ, ആ ഖബറിലേക്ക് കൊണ്ടു ചെന്നു വെക്കുന്നതുവരെയാണ് മനുഷ്യരെ നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും. അതിനപ്പുറം എന്താ ഉള്ളത്? അതിനപ്പുറം എന്താണുള്ളത്?